ലാസ്റ്റ് മോക്ക് ടെസ്റ്റിൽ 140+ മാർക്സ് സ്കോർ ചെയ്തവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് SSC എക്സാംസിന്റെ പ്രിപ്പറേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണണം. ക്യൂബിറ്റിന്റെ എക്സാം എക്സ്പെർട്സ് സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ് എക്സലറേറ്റ്. ഒരു റെഗുലർ ബാച്ച് കംപ്ലീറ്റ് ചെയ്യുകയും ഇതുവരെ ഒരു മിഷനിൽ ജോയിൻ ചെയ്യാത്തവർക്കുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് അവതരിപ്പിക്കുന്നത്. 20-ാം തീയതി മുതൽ 2.5 മാസത്തോടാണ് നമ്മൾ ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ക്യൂബിറ്റ് പ്രസൻസ് ആക്സിലറേറ്റ് ഫോർ ബ്രേക്കിംഗ് സ്റ്റാഗ്നേഷൻ ആൻഡ് ബൂസ്റ്റിംഗ് യുവർ പെർഫോമൻസ്. ഈ കോഴ്സിൽ നമ്മൾ 5 സെഗ്മെന്റുകളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ വളരെ ആവേശപൂർവ്വം നിങ്ങൾ കാത്തിരിക്കുന്ന QA തന്നെയായിരിക്കും. രണ്ടാമത് ഇംഗ്ലീഷ് ഉണ്ടാവും ആൻഡ് റീസണിങ്ങിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും ആൻഡ് പ്രാക്ടീസ് ഏരിയകളാണ്. സോ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലാസ് റൂംസിലുള്ള പഠനത്തിനപ്പുറത്തേക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ എക്സാംസിന്റെ സ്കോർ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ 5 സെഗ്മെന്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. ഫസ്റ്റ് സെഗ്മെന്റ് ഈസ് ക്വാണ്ട് ഹാക്ക് ലാബ്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവിൽ എന്തൊക്കെയാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ആദ്യത്തേത് അപ്ലൈഡ് അരിത്തമെറ്റിക് എഡ്ജ്. ഇത് ക്യൂബിറ്റിന്റെ എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് തരുന്നത് 4 സെഷൻസ് ആയിരിക്കും. 3 ഹവേഴ്സിന്റെ സെഷൻസിൽ നിങ്ങൾക്ക് കറന്റ് ഉള്ള അരിത്തമെറ്റിക് സ്കിൽസ് വെച്ചിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്, കൺസെപ്ഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എയിം ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പവർ പാക്കുകളാണ്. സോ നിങ്ങൾ ഓൾറെഡി റെഗുലർ ബാച്ചിൽ എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോ അതിന്റെ എല്ലാത്തിനും ഒരു ബേസിക് ലെവൽ നിങ്ങൾക്കറിയാം. എന്നാൽ നെക്സ്റ്റ് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയി പോകുന്നു, ഇത് എങ്ങനെയാണ് ഫൈനലൈസ് എത്തിക്കേണ്ടത്. സോ ആ തന്നിരിക്കുന്ന അരിത്തമെറ്റിക്കൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിന്റെ ഒരു ഫൈനൽ ടച്ചിങ് ആണ് ഈ ഒരു 4 സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. മറ്റൊന്ന് സ്പെഷ്യൽ ടോപ്പിക് സ്ട്രൈക്സ് ആണ്. സോ എന്ന് വെച്ചാൽ നമ്മൾ ചില ടോപ്പിക്സുകൾ ഉണ്ടല്ലോ. അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റേസ് ഒക്കെ സ്പീഡിന്റെ ഒരു ഏരിയ മാത്രമാണ്. നമ്മൾ റെഗുലർലി പഠിക്കുന്ന സമയത്ത് കുറച്ച് ഏരിയ മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. റേസ് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചാൽ അറിയാം, എന്നാൽ അതിലുള്ള ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ചില ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാൾമെന്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ചില സ്പെഷ്യൽ ഏരിയാസ് ആണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അടുത്തത് അവസാനത്തെ മാത്സിൽ നമ്മൾ QA നമ്മൾ കൊടുക്കുന്ന 5 സെഷൻസ് ഉള്ളത് അഡ്വാൻസ് ക്വാണ്ട് എക്സലൻസ് ആണ്. സോ അഡ്വാൻസ് മാത്സ്, ഇപ്പം ജിയോമെട്രി, ട്രിഗ്നോമെട്രി, നമ്പർ സിസ്റ്റം, അങ്ങനെയുള്ള അഡ്വാൻസ് മാത്സിലുള്ള കുറച്ച് ക്ലാസ്സുകളായിരിക്കും, കുറച്ച് ഏരിയാസ് ആയിരിക്കും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ ഈ QAക്ക് നമ്മൾ മൊത്തത്തിൽ 15 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. 15 ക്ലാസ്സുകൾ 3 ഹവേഴ്സിന്റെ. സോ കറസ്പോണ്ടിംഗ്ലി പാരലലി അതിന്റെ മെറ്റീരിയൽ വർക്ക്സ് ഉണ്ടാവും ആൻഡ് കാൽക്കുലേഷൻ ബൂസ്റ്റേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് പിന്നീട് വരാം. സോ അടുത്തത് നമുക്ക് ഇംഗ്ലീഷിന് ഇവിടെ ഉണ്ടാവുന്നത് 4 3 ഹവേഴ്സിന്റെ ഇന്റൻസീവ് സെഷൻസ് ആണ്. റൂൾസ് ടു റിസൾട്ട്സ് ഗ്രാമർ മാസ്റ്ററി പ്രോഗ്രാം ആണിത്. ആക്ച്വലി നമ്മൾ ഓരോ ക്ലാസ്സിലും 25+ റൂൾസ് ആണ്, ഗ്രാമർ റൂൾസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. SSCയുടെ ഹോട്ട് ഏരിയാസ് ആയിട്ടുള്ള ഗ്രാമറിലെ ഇഷ്ടം പോലെ ടോപ്പിക്സ്, അതിൻ്റെ കൂടെ തന്നെ അതിലെ ക്വസ്റ്റ്യൻസും ഓരോ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രാമർ റൂൾസിനനുസരിച്ചുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻ വൈസ് പ്രാക്ടീസും നിങ്ങൾക്ക് അതേ ദിവസം തന്നെ അവൈലബിൾ ആയിരിക്കും. ഈ കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് പ്രാക്ടീസ് ടു പെർഫെക്ഷൻ. നമുക്കറിയാം, നമ്മൾ കുറെ ക്ലാസ് റൂമിൽ ഇരുന്ന് കുറെ വിവരങ്ങൾ സമ്പാദിച്ചുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടില്ല. എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിവരങ്ങളെ ആ സ്ക്രീനിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതാണ്. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത്, ഏറ്റവും നന്നായിട്ട് വേണ്ടത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ കോഴ്സിൽ നിങ്ങളെ കൊണ്ട് 20 ദിവസവും എല്ലാ ദിവസവും ഹാഫ് ഡേ ക്ലാസ് റൂം സെഷൻസിന് ശേഷം പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും ഉണ്ടാവും. ഈ പ്രാക്ടീസ് സെഷൻസിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം 20 ഓരോ ദിവസങ്ങളിലും 20 ഫുൾ ലെങ്ത് എഡ്യൂക്കേറ്റീവിന്റെ പുതിയ പാറ്റേണുള്ള എക്സാംസ് ഉണ്ടാവും. സോ 20 മോക്ക് ടെസ്റ്റുകളായിരിക്കും, പിന്നെ അതിന്റെ അനാലിസിസും. ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ, പുതിയ പാറ്റേൺ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണ്, നിങ്ങളുടെ പവർ എവിടെയാണ്, ഇനി നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾ എക്സ്പേർട്സ് കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ജികെയും GAയും എല്ലാവർക്കും ഏറ്റവും പ്രശ്നം വരുന്ന ഏരിയകളിലൊന്ന് ഈ GA ആണ്. GAയിൽ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ ടോപ്പിക്സിലേക്ക് ഡിസ്കഷൻ വരുന്നുണ്ട്. സോ കൃത്യമായിട്ട് 30-ലധികം ടോപ്പിക്സ്, ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. SSCയുടെ എക്സാമുകളിലെ വൊക്കാബുലറി എല്ലാവർക്കും ഒരു ബാലികേറ മലയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആയിട്ടൊക്കെ പറയപ്പെടുന്ന ഒരു ഏരിയ ആണ്. അത് നമ്മളൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വൊക്കാബുലറി ബിൽഡിംഗ് പ്രോഗ്രാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്കിവിടെ ഡെയിലി വൊക്കാബുലറിയുടെ PDF അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. നമ്മളൊരു 2000+ വൊക്കാബുലറി ഈ ഒരു സെഷനിലൂടെ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നതാണ്.
ജനറൽ അവയർനെസ്സിൽ നമ്മൾ ഓരോരോ സെക്ഷൻസ് ആയിട്ടാണ് എക്സാംസ് നടത്തുന്നുണ്ടാവും. ഇപ്പം ജനറൽ സയൻസിൽ ഉണ്ടാവും, ജനറൽ നോളജ് ഉണ്ടാവും, ആൻഡ് അടുത്തത് ജനറൽ അവയർനെസ് ഡീപ് ഡൈവ്. ഇവിടെ ജനറൽ സയൻസും GK-യും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ജനറൽ സയൻസ് ഓരോ സെഗ്മെന്റ് ആയിട്ട് ഓരോ കൃത്യമായിട്ട് സെഷൻ ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള എക്സാംസ് നടത്തുന്നുണ്ടാവും. അതേപോലെ GK ആണെങ്കിൽ ആൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി, എക്കണോമിക്സ് എല്ലാം കവർ ചെയ്തു പോകുന്ന എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു പോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ എക്സാംസ് സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ 20 ഡേയ്സ് പ്രോഗ്രാമിൽ SSCയുടെ കംപ്ലീറ്റ് GK GA സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ത്രൂ എക്സാംസ് ഈച്ച് ആൻഡ് എവറി ഏരിയ ഓഫ് സിലബസ് നമ്മൾ കവർ ചെയ്തു പോകും. ഓക്കെ, സോ നമ്മുടെ ഓരോ എക്സാമും നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓരോ ടോപ്പിക് വൈസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ നോട്ട് നോക്കുകയാണെങ്കിൽ, സോ ബേസിക്കലി നമുക്ക് ഈ GK-ന്റെ നോട്ട്സ് കാണുമ്പോൾ ഉറക്കം വരുന്ന പരിപാടി ഒഴിവാക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഇവിടുത്തെ എക്സ്പേർട്സ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഈ മെറ്റീരിയൽസിന്റെ ബേസിലാണ് കംപ്ലീറ്റ് എല്ലാ സിലബസിലുള്ള എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന മെറ്റീരിയൽസും അതിന്റെ എക്സാംസും ആയിരിക്കും ഡീപ് ഡൈവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ബ്രിഡ്ജ് കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അവതരിപ്പിക്കുന്ന ടെസ്റ്റ് സീരീസ് ആണ്. നിങ്ങൾക്കിവിടെ സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയിരിക്കും. അതിൽ തന്നെ ഇംഗ്ലീഷിന് ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ടാവും. നമുക്ക് 20ഓളം കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ഉണ്ടാവും. 25 ക്വസ്റ്റ്യൻസ് ഈച്ച് വരുന്ന ടെസ്റ്റ് ആയിരിക്കും. പിന്നെ രണ്ടാമത് പറയുന്നത് റീസണിങ്ങിന് സെക്ഷണൽ ആയിട്ടുള്ള ടെസ്റ്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് റീസണിങ്ങിലെ ക്രിട്ടിക്കൽ റീസണിങ്ങിന് നിങ്ങൾക്ക് പ്രത്യേകം സെഷൻ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. പിന്നെ QA സ്പീഡ് ബൂസ്റ്റർ ടെസ്റ്റ് ഉണ്ടാവും, റീഡിംഗ് കോംപ്രിഹെൻഷന്, അതുപോലെ തന്നെ എഡിറ്റോറിയൽ ബേസ്ഡ് RC ടെസ്റ്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ടെസ്റ്റും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ നോർമൽ ലെക്ചേഴ്സിനും ടെസ്റ്റ് സീരീസിനും അപ്പുറത്തേക്ക് ക്ലാസ്സുകളെ കൂടുതൽ ആക്റ്റീവ് ആക്കാനും നമ്മൾ കുറെ കൂടെ റിഫ്രഷ് ചെയ്യാനും വേണ്ടിയുള്ള നമ്മൾ സെറ്റ് ചെയ്യുന്ന മറ്റൊരു സെഗ്മെന്റ് ആണ് മൈൻഡ് സ്പാർക്ക് മീറ്റ്. ഈ സെഗ്മെന്റിൽ ക്വിസസ് ഉണ്ടാവും, പസിൽസ് ഉണ്ടാവും ആൻഡ് ടീം ചലഞ്ചസ് ഉണ്ടാവും. സോ നമ്മളെ ടീം വർക്കുകളും അതേപോലെ ലോജിക്കൽ തിങ്കിങ് കപ്പാസിറ്റി കൂട്ടാനും പ്രോസസിംഗ് സ്പീഡ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പല രീതിയിലുള്ള വർക്കൗട്ട്സ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ കോഴ്സിന്റെ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റ് ആണ് ടാറ്റു ഫുൾ ലെങ്ത് എക്സാം. നമ്മുടെ 75th ഡേ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഫുൾ ടയർ 2 എക്സാം ആയിരിക്കും. SSC ഒറിജിനലി എക്സാം എങ്ങനെയാണ് നടത്തുന്നത് അതേ പാറ്റേണിലായിരിക്കും നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവും, ഇൻക്ലൂഡിങ് ടൈപ്പിംഗ് ടെസ്റ്റ്. അപ്പം ശരിക്കും ഈ ഒരു എക്സാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റെഗുലർ ബാച്ച് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ടയർ 2 എക്സാംസിന്റെ മോക്സ് ഒന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ടയർ 2ലേക്കുള്ള നിങ്ങൾക്കൊരു എൻട്രി മാത്രമാണ് ഈ എക്സാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് പോലെയാണ്. ഈ എക്സാമിൽ ടോപ്പിലെത്തുന്ന ആൾക്കാർക്ക് ക്യൂബിറ്റിന്റെ ഒരു എൻകറേജിംഗ് ആയിട്ടുള്ള ക്യാഷ് പ്രൈസസും ഉണ്ടാകുന്നതായിരിക്കും. സോ ക്യൂബിറ്റ് എക്സലറേറ്റ് ഈ കോഴ്സ് നമ്മൾ ഡിസംബർ 20-നാണ് തുടങ്ങുന്നത്. ഒരു 2.5 മാസത്തെ ഡ്യൂറേഷനാണ് നമ്മൾ ഈ കോഴ്സിനുള്ളത്. വീക്ക്ലി നിങ്ങൾക്ക് 2 ഡേയ്സ് ആയിരിക്കും സെഷൻസ് അവൈലബിൾ ആയിട്ടിരിക്കുക. 1500 രൂപയാണ് കോഴ്സിന്റെ ഫീ വരുന്നത്. ആദ്യ അഡ്മിഷൻ എടുക്കുന്ന 40 പേർക്ക് 1200 രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അടുത്ത എക്സാമിന് ടോപ്പ് 1 റാങ്ക് കിട്ടുന്നോ കേരളത്തിലെ ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നോ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് ആ സ്കോറിൽ നിന്ന് ഒരു 40% or 50% ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടുക. സോ അടുത്തൊരു മിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെരി നെക്സ്റ്റ് എക്സാം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്വാതന്ത്ര്യമാണല്ലോ. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും 20-ാം തീയതി ഈ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ക്യൂബിറ്റിൽ അവൈലബിൾ ആണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും ആ ക്ലാസ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. സോ നമ്മുടെ 75 ഡേയ്സ് പ്രോഗ്രാമിൽ 20 ഡേയ്സ് ക്ലാസ് റൂമിലായിരിക്കും. ആൻഡ് ഈ 20 ഡേയ്സിൽ ഈച്ച് ആൻഡ് എവറി ഡേ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് ആൻഡ് അതർ ഡേയ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിരിക്കും ക്ലാസ് പോകുന്നുണ്ടാവും. സോ ആ 20-ാം തീയതി സെഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കോഴ്സിന്റെ മുഴുവൻ സ്ട്രക്ചറും ഫുൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സോ നിർബന്ധമായിട്ടും 20-ാം തീയതി ക്ലാസ്സിലേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ ക്ലാസ്സിൽ നമ്മുടെ 75 ഡേയ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതിന്റെ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇത്രയും എക്സാംസ് നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നമ്പർ ഓഫ് എക്സാംസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓരോ എക്സാംസിന്റെയും പ്രോഗ്രസ് കാർഡും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഓരോ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഒരു റെഗുലർ കോഴ്സ് കഴിഞ്ഞ് സ്റ്റാഗ്നേറ്റഡ് ആയി നിൽക്കുന്ന നിങ്ങൾക്കുള്ള ഒരു റീസ്റ്റാർട്ട് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട. ഇത് നിങ്ങൾക്ക് വേണ്ടി ക്യൂബിറ്റ് ഒരുക്കുന്ന ഒരു റൈസ് പ്രോഗ്രാം ആണ്. സോ നിങ്ങളുടെ സക്സസിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ആവട്ടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന എക്സിലറേറ്റ്. സോ നമുക്ക് 20-ാം തീയതി കാണാം. ഓക്കെ.